എല്ലാ കാര്യങ്ങളും ചെയ്ത് സമാധാനത്തിൽ ഇറങ്ങി. ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങി ഇരിപ്പുണ്ട്. ഞാനും ഹൈസയും സ്കിൻ കെയറും മേക്കപ്പും പോലും ചെയ്തിട്ടില്ല. ഇനി നമുക്കത് കാറിരുന്ന് ചെയ്യാം. അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം. ബൈ. ഇനി മേക്കപ്പ് ചെയ്തിട്ട് കാണാം. ഞങ്ങൾ റെഡിയായി. ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിൽ മധുചേട്ടൻ്റെ കടയിലാണ്. ചേർത്തലയിൽ മധുചേട്ടൻ്റെ കടയില. നമ്മുടെ വാസുവേട്ടൻ്റെ കട പോലെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു കടയാണ്. നല്ല സീ ഫുഡ് വെറൈറ്റീസ് ഒക്കെ കിട്ടുന്ന കട. ഇനി അവിടെ പോയി മമ്മം തിന്നുമ്പോൾ കാണാം. മധുചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും. ആളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷെഡ് കെട്ടിയിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. കുറേ പേർക്ക് ഇരിക്കാനുള്ളത് ബാക്കിലോട്ട് കെട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഷെഡായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് മോരുകറി. ആ മോരുകറിയും മീൻകറിയും കൂടെ കുഴച്ച് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാറി കയറി AC കൊണ്ടപ്പോഴത്തേക്കും ഹൈസാബി വാവ് ഉറങ്ങി. ഈ ഓച്ചിറയിലോട്ടുള്ള വരവിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് നാഗർകോവിലിൽ പോയി കസിൻസിനെ കാണുക എന്നുള്ളതാണ്. നാഗർകോവിലിൽ നിന്ന് വന്നതിന് ശേഷം ഉമ്മയുടെ കൂടെ 5-6 ദിവസം നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പയ്യെ പോകാം എന്നുള്ളതായിരുന്നു പ്ലാന്. അങ്ങനെ നമ്മൾ ഓച്ചിറയിലെത്തി കുറേ നേരം റെസ്റ്റ് ചെയ്തു. കാര്യം തൃശ്ശൂരിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാറട്ടെ. നാളെയും ഇനിയുള്ളത് ഒരു ലോങ് ട്രിപ്പല്ലേ. അപ്പോൾ അത് കാരണം നല്ലോണം റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഉമ്മയെടുത്ത് സംസാരിച്ച് നാളത്തേക്ക് പോകാനുള്ള സമയമെല്ലാം ഫിക്സ് ചെയ്ത് പാക്കെല്ലാം ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ 7 മണിയായപ്പോൾ എണ്ണീറ്റ് ഞാനും ഷാസിക്കായും കുഞ്ഞും ഉമ്മയും കൂടെ നാഗർകോവിലിൽ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു. പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു. റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടത് കൊണ്ട് ട്രാവലിങ് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, പോകണം, പിന്നെ മൊത്തം പൊടി അങ്ങനെയൊക്കെ. പിന്നെ ട്രിവാൻഡ്രം കഴിഞ്ഞ് അങ്ങോട്ടായപ്പോഴത്തേക്കും കുറച്ച് നല്ല റോഡ് വന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 1 മണി ആയപ്പോഴത്തേക്കും എത്തി കഴിഞ്ഞതും ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം കസിൻസൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു 5-5:30 ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇറങ്ങി. കാര്യം നമുക്ക് തിരിച്ച് ഓച്ചിറയിൽ എത്തണമല്ലോ. അതുകൊണ്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ ഇറങ്ങി. വണ്ടി കയറിയപ്പോഴത്തേക്കും ഹൈസാബി വീണ്ടും വാവ ഇറങ്ങി. തമിഴ്നാട്ടിൽ പോയാൽ എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടല്ല, അവിടെ എല്ലാവരും മുല്ലപ്പൂ വയ്ക്കുമ്പോൾ അത് കാണുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഈ പ്രാവശ്യം എനിക്ക് കൊച്ചുമ്മ വീട്ടിൽ വാങ്ങിച്ച് കെട്ടിവെച്ച മുല്ലപ്പൂവാണ് തന്നത്. കൊച്ചുമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതൊക്കെ ഞാനും ഹൈസാബി എല്ലാം വെച്ചിട്ടാണ് കാറി കയറിയത്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വേറൊരു ഫേവറേറ്റാണ് ഈ സണ്ണ്, സ്കൈ, മലകളൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. അങ്ങനെ അതെല്ലാം കണ്ട് കുറേ നേരം സംസാരിച്ച് പകുതി എത്തിയപ്പോൾ ഹൈസാബി എണ്ണീറ്റു. അവൾക്ക് സ്നാക്സൊക്കെ കൊടുത്ത് നമ്മൾ മെല്ലെ പോയി. ആ പോകുന്ന വഴിക്ക് നമ്മുടെ പ്ലാൻസ് എല്ലാം മാറി. കാര്യം ഷാസിക പെട്ടെന്നാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തതും അതിന് വേണ്ടിയിട്ടുള്ളത് ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഉമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള സമയമില്ല. ചെന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എണ്ണീറ്റ് നമ്മൾ തൃശ്ശൂർ പോവാണ്. ആ പോകുന്ന സമയത്ത് ഹൈസാബിയും ഉമ്മയും ഷെയർ ചെയ്യുന്ന ഒരു മൊമെൻ്റാണിത്. ഉമ്മയുടെ അടുത്ത് നിന്നിട്ട് ഹൈസാബി പോകുമ്പം ഹൈസാബിക്കും ഉമ്മയ്ക്കും ഒരുപോലെ സങ്കടമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫോറം മോളിൽ കയറി. ഇതുവരെ നമ്മൾ അവിടെ കയറിയിട്ടില്ലായിരുന്നു. അപ്പം അവിടെയും കയറി കണ്ട് ഫുഡും കഴിച്ചിട്ട് പോകാമല്ലോ എന്നും പറഞ്ഞു. ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ കാര്യം മുന്നേ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മയുടെ അടുത്ത് നിന്ന് എല്ലാം കഴിഞ്ഞ് പയ്യെ നമുക്ക് പോകാമെന്നായിരുന്നു. പെട്ടെന്ന് ആ ഷാസിക്കയുടെ ഷെഡ്യൂൾസും പ്ലാൻസും എല്ലാം മാറിയത്. അപ്പോൾ പിന്നെയാണെങ്കിൽ ഷാസിക്കയ്ക്ക് ഒന്നിനും സമയം കിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകാമെന്ന് ടിക്കറ്റൊക്കെ എടുത്തത്. ഫോറമോളിൽ കയറിയത് നമ്മൾ മിനിസോയിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈസാബിക്ക് അവിടുന്ന് ആ ബാഗ് വാങ്ങിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് യോമി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. സ്റ്റീംഡ് മോമോ സെറ്റും രാമൻ ബൗളുമാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു 5:30-6 മണിയായി. നമ്മൾ എങ്ങോട്ടാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയത്, എന്തൊക്കെ ചെയ്തു, അവിടെ എന്തൊക്കെ കാണാനുണ്ട്, കഴിച്ചത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം സമയം പോലെ എഡിറ്റ് ചെയ്തിടാം. എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും പറയണം. എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.